നമസ്കാരം, ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. വീട്ടുമതിലും ഗേറ്റും തകർത്തതായി പരാതി. മാങ്ങാട്ടിടം കൂളിക്കടവിലെ PK ഹാജിറയുടെ വീട്ടുമതിലും ഗേറ്റുമാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തകർത്തത്. കൂത്തുപറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച വീട്ടുമതിലും ഗേറ്റും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഒരു സംഘം തകർത്തത്. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നെങ്കിലും വീടിന്റെ ഗ്രിൽസുകൾ പുറത്തുനിന്നും കമ്പി കൊണ്ട് കെട്ടിയിട്ട നിലയിലായിരുന്നു. ഇതിനാൽ വീട്ടുകാർക്ക് പെട്ടെന്ന് പുറത്തിറങ്ങാനായില്ല. ഇതിനിടെ മതിൽ തകർത്തവർ മണ്ണുമാന്തി യന്ത്രവുമായി കടന്നുകളഞ്ഞതായി വീട്ടുകാർ പറഞ്ഞു. കൂളിക്കടവ് പുതിയ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് വികസനത്തിനായി സ്ഥലം വിട്ടു നൽകണമെന്നും മതിൽ പൊളിച്ചു നീക്കണമെന്നും ആവശ്യപ്പെട്ട് ചിലർ പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും റോഡ് വികസനത്തിന് ആവശ്യമായ സ്ഥലം നേരത്തെ തന്നെ വിട്ടു നൽകിയിട്ടുണ്ടെന്നും ഹാജിറ പറഞ്ഞു. എൻ്റെ 2 പെൺകുട്ടികളെ 2 ഭർത്താക്കന്മാരും 3 ചെറിയ പിഞ്ചു മക്കളും ഈ പെരണ്ടുള്ളിൽ ഉണ്ടായിരുന്നു. നമ്മൾ അറിഞ്ഞില്ല. ഇതൊന്ന് വയ്യാന്ന് പൊളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് ഗിൽസ് നമ്മൾ വീട്ടിൻ്റെ ഗിൽസ് തുറക്കാൻ നോക്കുമ്പോൾ 2 അടുക്ക കെട്ടി വെച്ചിന്. നമുക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. അന്നേരം റോഡിന് JCB മാത്രമാണ് നമ്മൾ കാണുന്നത്, പണിയെടുക്കുന്നത്, തട്ടിയിടുന്നത്. അവർ മുമ്പിലത്തെ പൂർണ്ണമായിട്ടും പൊളിച്ചിന്. പിന്നെ മറ്റേ ഗേറ്റും തള്ളിയിട്ടിന്. എന്നതിൻ്റെ ശേഷം നമ്മൾ വരാതെ മുന്നിലെ ഗിൽസിന് കമ്പിയിട്ട് കെട്ടീന്. അടുക്കള ഭാഗത്ത് 2 ഭാഗം ഗിൽസ് ഉണ്ട്, അത് 2ഉം കെട്ടിയിട്ടിന്. പിന്നെ ഗ്യാരണ്ടിന് ഗിൽസ് ഉണ്ട്, അത് നീക്കി വെച്ചിന്. ഒരാഴ്ച അപ്പുറം 7 പേര് വന്ന് CPMമാർ എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് അവർ പോയി. ഞാൻ പറഞ്ഞു ഞാൻ തരൂല, ഞാൻ പരമാവധി വിട്ട് എന്നിട്ടാണ് കെട്ടിയിരുന്നു. അതുകൊണ്ട് ഞാനത് തരൂല, എനിക്ക് തരണമെങ്കിൽ ഞാൻ എനിക്ക് കെട്ടിത്തരണം, ഇതേപോലെ എനിക്ക് പണിഞ്ഞു തരണം, ഞാൻ വിധവയാണ്, എനിക്ക് ആൺകുട്ടികളില്ല. ഇതെല്ലാം ഞാൻ അവരോട് സംഭവം പറഞ്ഞു. നിങ്ങളെ മതിൽ പൊളിച്ചാലേ തീരുമെന്ന്, റോഡിൽ കൂടുതൽ സ്ഥലം എന്നല്ല, നിങ്ങളെ മതിൽ പൊളിച്ചാലേ തീരുമെന്ന്. നിങ്ങൾ പൊളിച്ചാലേ അവർ വിട്ടുകൊടുത്ത സ്ഥലം അവർ വിട്ടുതരുമെന്ന്. മുമ്പ് നമ്മൾ സ്ഥലം വിട്ടുകൊടുത്തിട്ടാണ് റോഡ് പണിഞ്ഞത്. താട്ട റോഡാണ് ആദ്യം ഇത്. ഹാജിറ കൂത്തുപറമ്പ് പോലീസിൽ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.